നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറി കേട്ടോ. അപ്പോൾ ചട്ടിയെല്ലാം വെച്ചു, നമ്മൾ ആവശ്യത്തിന് എണ്ണയെല്ലാം ചേർത്ത് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കൊരു 3-4 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് മൂപ്പിക്കാം. കാരണം ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ സാധാരണ നമ്മളിതിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ തക്കാളിയെല്ലാം ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു മുറി സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. പിന്നെ ഒരു 2 കതിർപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയുമാണ്. മല്ലിപ്പൊടി സാധാരണ ചിലരെല്ലാം ചേർക്കാറുണ്ട്, ഞാൻ ചേർക്കാറില്ല. കറി കേടാവുമോ എന്നൊരു പേടി കാരണമാണ്. ഇത് നന്നായി പച്ചമണം മാറുന്നവരെ മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കുടംപുളി തിളപ്പിച്ച വെള്ളം കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ തന്നെ നല്ല പുളിയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് എക്സ്ട്രാ പുളി അധികം ചേർക്കേണ്ട വരില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ഈ ചാറെല്ലാം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചൂരമീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കിലോ മീനാണ്. അതുപോലെ തന്നെ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് കറിയെല്ലാം മൂടി വെച്ച് കുരിശുവരയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറിയെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് ആവശ്യമായ ചോറും ആവശ്യത്തിന് മീൻ കറിയും എടുക്കാം കേട്ടോ. പിന്നെ ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാവർക്കും കൊടുത്തു. അവരെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കറിയെല്ലാം എടുത്ത് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചില്ലേ? എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്.